ഹബീബീസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പറയുന്നത് 70,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ ടൈമിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫുൾ PC സെറ്റപ്പാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ വിലയൊക്കെ നല്ല രീതിക്ക് ഡൗൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പ്രൊസസ്സറും പുതിയത് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം i5 13400F ഇറങ്ങിയിട്ടുണ്ട്. അതായത് ബഡ്ജറ്റ് സീരീസിൽ മേടിക്കാൻ പറ്റിയ i5 13 ജനറേഷൻ പ്രൊസസ്സർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് 6 കോർ 12 ത്രെഡ് ഒന്നും അല്ല, നേരത്തെ പോലെ ഒന്നും അല്ല, അത് 10 കോർ സീരീസിലൊക്കെ വരുന്നതാണ്. അപ്പോൾ 70,000 രൂപയുടെ ബഡ്ജറ്റിൽ നമുക്ക് രണ്ട് തരത്തിൽ ബിൽഡ് ചെയ്യാം. ഒന്ന് AMD ബിൽഡും അതുപോലെ തന്നെ ഇന്റൽ ബിൽഡുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്റൽ ബിൽഡ് പറയാം, കാര്യം ഇത് കുറച്ചുകൂടെ വർത്താണ്. പക്ഷേ AMD ബിൽഡ് ഫ്യൂച്ചർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്രൂഫ് അല്ല. ഇന്റൽ ബിൽഡാണ് കുറച്ചുകൂടെ ബെറ്റർ ഫ്യൂച്ചർ പ്രൂഫ്. പക്ഷേ പ്രൈസിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്റൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇന്റൽ i5 12400F ആണ്. ഇതൊരു 6 കോർ 12 ത്രെഡ് പ്രൊസസ്സറാണ്. അപ്പോൾ നോർമലി ഇപ്പോൾ ബഡ്ജറ്റ് സീരീസിൽ വരുന്ന നല്ലൊരു പ്രൊസസ്സറാണ്. നമുക്ക് ഗെയിമിങ്ങിനും എഡിറ്റിങ്ങിനൊക്കെ വളരെയധികം പറക്കണ പെർഫോമൻസ് ആണ് ഈ സാധനം തരുന്നത്. അടുത്ത നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് സീരീസിൽ വരുന്ന മദർ ബോർഡാണ്. ഗിഗാബൈറ്റിൻ്റെ B660 DH3AX വൈഫൈ മദർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു മദർ ബോർഡിൽ 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, ഇൻബിൽഡ് വൈഫൈ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വരുന്നുണ്ട്, Gen 4 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഉള്ള ഒരു മദർ ബോർഡാണ്. നമുക്ക് വേണമെങ്കിൽ 13 ജനറേഷൻ പ്രൊസസ്സർ വേണമെങ്കിലും ഈ മദർ ബോർഡിൽ സൂട്ടാവുന്നതായിരിക്കും. അടുത്ത നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന RAM എന്ന് പറയുന്നത് ADയുടെ XPGയുടെ 3200 MHz 2 8GB സ്റ്റിക്കാണ്. ടോട്ടൽ 16GB RAM സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ 16GB ഒക്കെ ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്മൂത്തായിട്ടൊക്കെ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. 8 കൊണ്ടിട്ട് ഓടിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഉചിതമായ കാര്യമാണെന്ന് ഞാൻ പറയത്തില്ല. കാര്യം 8 ഒട്ടും മുതലാവില്ല, മിനിമം 16 വേണം. അപ്പോൾ നമുക്ക് അടുത്തതിനകത്ത് M.NVMe എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് സീരീസ് എന്നുള്ള രീതിയിൽ നമുക്ക് ആൻറ്റി സ്പോർട്സിൻ്റെ നിയോ എന്ന് പറയുന്ന സീരീസിൽ വരുന്ന 512GBയുടെ M.NVMe വരുന്നുണ്ട്. ഏകദേശം 2700, വളരെ വളരെ നല്ല പോലെയൊക്കെ വില കുറഞ്ഞു വന്നിട്ടുണ്ട് നമ്മളുടെ M.NVMeക്ക്. എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. നേരത്തെ 2700 രൂപയ്ക്ക് നമുക്ക് സാധാ സാറ്റ് അസിസ്റ്റേക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതെന്തായാലും M.NVMe 500GBയാണ് കിട്ടുന്നത്. നേരത്തെ 250 യൂറോ പ്രൈസ് റേഞ്ച് കിട്ടിക്കും. അടുത്ത നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് 550 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. അപ്പം മിനിമം 550 എന്തായാലും വേണ്ടി വരും. അപ്പോൾ 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ചൂസ് ചെയ്യുന്നത്. അടുത്ത ക്യാബിനറ്റ് എന്ന് പറയുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ ക്യാബിനറ്റ് ആണ്. അപ്പോൾ ആൻറ്റി സ്പോർട്സ് ക്യാബിനകത്ത് ഒരു പ്രത്യേകതയാണ്, നമുക്ക് 3 RGB ഫാൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എയർ ഫ്ലോ ഒക്കെ ഉള്ളൊരു ക്യാബിനറ്റാണ്, ടെമ്പർ ഗ്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു അല്പം RGB എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നല്ലൊരു ക്യാബിനറ്റ് തന്നെയാണ്. അടുത്തത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIയുടെ GTX 1660 സൂപ്പർ ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഇതൊരു 6GB ഗ്രാഫിക്സ് കാർഡാണ്. ഇപ്പോഴും ഈ ഗ്രാഫിക്സ് കാർഡ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓടും. അതായത് നമുക്ക് 4Kയിലൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നോളും. കാര്യം നമ്മൾ 1200F പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗെയിമിങ്ങിൽ FPS കുറച്ചുകൂടെയൊക്കെ ബൂസ്റ്റ് ആവും. കാര്യം 1660 സൂപ്പർ 1200Fൻ്റെ കൂടെ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലപോലെയൊക്കെ കിട്ടും. ഈ ഒരു ബഡ്ജറ്റിൽ 1660 സൂപ്പർ നമുക്ക് ഒക്കത്തുള്ളൂ. അതിന് മുകളിലെടുത്ത് പൊക്കുക എന്ന് പറയുന്ന പാടുള്ള കാര്യമാണ്. 3050യുടെ വില ഇപ്പോഴും കുറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ 2060 വിലയൊന്നും അത്രയൊന്നും കുറഞ്ഞില്ല. 2060 ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുമെങ്കിൽ അതിനെ അള്ളിപ്പിടിച്ചോ, 1660യുടെ പിറകെ പോകണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും ഇതാണ് ഇന്റൽ ബിൽഡിൽ ഒപ്പിക്കുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത AMD ബിൽഡിൽ എന്താണ് ഒപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊസസ്സർ യൂസ് ചെയ്യാൻ പോകുന്നത് AMDയുടെ Ryzen 5 5600X പ്രൊസസ്സറാണ്. അപ്പോൾ ഇതൊരു 6 കോർ 12 ത്രെഡ് പ്രൊസസ്സറാണ്. 1200F ആയിട്ട് കമ്പയർ ചെയ്താലും ഏകദേശം കട്ടക്കൊക്കെ നീക്കും, രണ്ടുപേരും മുട്ടിയൊക്കെ നീക്കും. വലിയ വിഷയങ്ങളൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നാന്ന് മുങ്ങിയൊക്കെ നീക്കും. പിന്നെ നമ്മൾ മദർ ബോർഡ് യൂസ് ചെയ്യാൻ പോകുന്നത് MSIയുടെ B550 Pro VDH വൈഫൈ മദർ ബോർഡാണ്. ഇവിടെയും വൈഫൈ ഇൻബിൽഡ് ഉള്ള മദർ ബോർഡാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 4 RAM സ്ലോട്ട് ഉണ്ട്, വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, പിന്നെ അത്യാവശ്യം Gen 4 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കട്ടക്കുള്ള മദർ ബോർഡ് തന്നെയാണ് Ryzen ബിൽഡ് എടുത്താലും കിട്ടുന്നത്. RAM സെയിം തന്നെയാണ്, അതുപോലെ തന്നെ സ്റ്റോറേജും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഗ്രാഫിക്സ് കാർഡ് നമ്മളിവിടെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് AMDയുടെ ഗ്രാഫിക്സ് കാർഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. AMDയുടെ RX 6600 ഗ്രാഫിക്സ് കാർഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം 1660 സൂപ്പറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RX 6600 കുറച്ച് പുലിയാണ്, കുറച്ചല്ല നല്ല പുലിയാണ്. കാര്യം ഗെയിമിങ്ങിൽ കുറേ കൂടെ FPS കാര്യങ്ങളൊക്കെ തരും, നല്ല പവറാണ് സാധനം. പക്ഷേ എഡിറ്റിങ്ങിൽ കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ എനിക്ക് തോന്നുന്നു 6060 സൂപ്പർ ആയിരിക്കും. കാര്യം എൻവെൻ എൻകോഡർ അങ്ങനെയുള്ള കുറച്ച് സപ്പോർട്ട്, അതായത് സ്ട്രീമിങ്ങിന് എൻവെൻ എൻകോഡർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഭേദമാണ്. എന്നാലും RX 6600 മോശമൊന്നുമല്ല, ഗെയിമിങ്ങിൽ കുറേ കൂടെ FPS കിട്ടും. അതുപോലെ തന്നെ AMDയുടെ പ്രൊസസ്സറും ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് SAM കൂടെ എനേബിൾ ആവുന്നതായിരിക്കും, അതായത് സ്മാർട്ട് ആക്സസ് മെമ്മറി എനേബിൾ ആവുന്നതായിരിക്കും. വളരെ നല്ല ഉപകാരമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് AMD ബിൽഡിൽ പറ്റുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, ക്യാബിനറ്റും കാര്യങ്ങളും പവർ സപ്ലൈ. മോണിറ്റർ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് വ്യൂസോണിക്കിൻ്റെ മോണിറ്ററാണ്, 144 ഹെർട്സിൻ്റെ മോണിറ്ററാണ്, IPS പാനലാണ്. അപ്പോൾ വളരെ നല്ല കളർ റീഡിങ്ങിനും അതുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ sRGB റേറ്റുള്ള മോണിറ്ററാണ്. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ 165 ഹെർട്സ് വേണമെന്നുണ്ടെങ്കിൽ Acerൻ്റെ നൈട്രോ സീരീസിലുള്ള മോണിറ്റർ ചൂസ് ചെയ്യാം. അതും
IPS ആണ്, sRGB ഒക്കെ ഉള്ളതാണ്. അപ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ അത് 165 ഹെർട്സ്, ഇത് 145 ഹെർട്സ് ആണ്. പ്രൈസ് ഏകദേശം ഒരുപോലെയൊക്കെയാണ്. ഇപ്പോൾ പ്രൈസ് ഒക്കെ കുറഞ്ഞ് കിടപ്പുണ്ട് Amazonൽ. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇന്റലും AMDയും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സെറ്റപ്പ് തന്നെയാണിത്. അപ്പോൾ ഇന്റൽ വേണോ AMD വേണോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് 70K ഇപ്പോൾ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫുൾ പീസ് സെറ്റപ്പ്. കീബോർഡും മൗസ് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഓപ്ഷൻ അനുസരിച്ച് എടുക്കുക. കാര്യം അതിൽ വലിയ ചേഞ്ചസ് ഒന്നും വരാൻ പോകില്ല. മെക്കാനിക്കൽ എടുക്കുകയാണെങ്കിൽ മാത്രമേ ചേഞ്ചസ് വരും. മെക്കാനിക്കൽ നല്ല എമൗണ്ട് ആവുന്നതായിരിക്കും. എന്തായാലും ഞാൻ കുറച്ച് ഓപ്ഷൻസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല ഓപ്ഷൻസ് ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എത്രയൊക്കെ ഉള്ളത്. എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരത്തേക്കും ടാറ്റ.